ഇന്നും രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് ഞങ്ങൾ റോഡ് സൈഡിലാണ്, ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ വയലൊക്കെ കാണിച്ചു തരാമല്ലോ വിചാരിച്ചെടുത്താണ്. ഇവിടെയൊക്കെ നല്ല രസമാണ് കേട്ടോ, ഫുള്ള് വയലായിരുന്നു. പിന്നെ പതിയെ ഗ്രൗണ്ടൊക്കെ വന്നതാണ്. കല്ലു ഇവിടെ ഉണ്ട് കേട്ടോ, കല്ലു ഇതാ ബസ് സ്റ്റോപ്പിലിരിക്കുക, ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ബസ്സൊക്കെ വന്ന് ഞങ്ങൾ വേഗം കയറി. ചിറ്റി അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്, അമ്മയും ഞാനും കല്ലും കൂടി കേട്ടോ ഒരു സീറ്റിലിരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ പോലെ കല്ലും ഞാനും സൈഡ് സീറ്റാണല്ലോ ഇരിക്കുക. പിന്നെ ഞങ്ങൾ ബസ് കയറി കഴിഞ്ഞ് ഇത് തന്നെ ഞങ്ങളെ പരിപാടി, വീഡിയോ എടുത്ത് കളിക്കുക. ഇവൾ കുറച്ച് നേരമൊക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് അത്രയും സമാധാനമാണ്. പിന്നെ ഞങ്ങൾ സ്ഥലമൊക്കെ എത്തി ഇറങ്ങി നടക്കുക. ഇവർ മുമ്പിൽ ഓടുന്നുണ്ട് കേട്ടോ, ഓട്ടോ പിടിക്കാനുള്ള പോക്കാണ് കാണുന്നത്. ഞങ്ങൾ പതുക്കെയൊക്കെ നടന്ന് വരികയാണ്. ഓട്ടോ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട കേട്ടോ, കല്ലുവിന് പിന്നെ പിടിച്ചാൽ കിട്ടൂല. കല്ലു ആദ്യം തന്നെ ഓട്ടോയിൽ ചാടി കയറും കേട്ടോ. അങ്ങനെ ഓട്ടോയിലൊക്കെ അവൾ കയറിയിരുന്ന് അവൾക്ക് ഓട്ടോയിലൊക്കെ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇങ്ങനത്തേലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൾ ആ നൈസായിട്ട് ചിരിയൊക്കെ തരും എന്നെ നോക്കിയിട്ട്. പിന്നെ ഞങ്ങൾ നേരെ പോകുന്ന ചന്ദ്രകാന്തിലേക്കാണ്. ഇത് ചന്ദ്രകാന്ത് ആദ്യം നടക്കാവായിരുന്നു ഉള്ളത്, ഇപ്പം അത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ അശോകപുരത്തേക്കാണ് ചന്ദ്രകാന്ത് ആക്കിയത്. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. ഇവർക്ക് രണ്ടുപേർക്കും കണ്ണ് കാണിക്കാനുണ്ട്, അപ്പം അമ്മയ്ക്കും ചിറ്റയ്ക്കും ഒക്കെ കാണിക്കാനുണ്ട്. അങ്ങനെ ഇതൊക്കെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഞങ്ങൾ നേരെ കയറിയേ. ഒരു സൈഡിൽ നിന്ന് അമ്മേൻ്റെ കണ്ണൊക്കെ നോക്കുന്നുണ്ട്. അപ്പം കല്ലു വാങ്ങിച്ച് ഇതിൽ കൂടിയൊക്കെ ഓടി നടക്കുക കേട്ടോ, അവളതെല്ലാം പാർത്ത് നോക്കുന്ന. അമ്മമ്മ കണ്ണ് കാണിക്കാൻ പോയത്. പിന്നെ നേരെ ഇതാ ചിറ്റേൻ്റെത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന്. ഇതൊക്കെ നോക്കി കല്ലു അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. അവൾ ഫുള്ള് ഓട്ടം അതിൽ കൂടി. ഇവിടെ ആണെച്ചാൽ ഫുൾ സൈലൻ്റ് ആണ്. പിന്നെ ഇവർക്ക് എന്തോ മരുന്നൊക്കെ ഉറ്റിച്ചു കൊടുത്താണ് കുറച്ച് നേരം ഇരിക്കാൻ. ആ നേരം കൊണ്ട് ഞാൻ കല്ലൂന് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് മേടിച്ചു കൊടുത്തു. ഇത് തന്നെ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ മേടിച്ചു കൊടുത്ത് അവിടുത്തെ ഇരുത്തിയതാണ് അവളെ. ഇവിടെ ആണെച്ചാൽ ഫുൾ സൈലൻ്റ് ആയിരുന്നു. ഇവൾ വന്നതോടെ ഫുള്ള് വയലൻ്റ് ആയിട്ടുണ്ട്. ഇവളെപ്പോഴാണ് ഇവിടുത്തെ സ്റ്റാഫുമായിട്ട് ഇത്ര പെട്ടെന്ന് കമ്പനി ആയത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇവൾ ഇതാ സ്റ്റാഫിൻ്റെ മേലൊക്കെ ആട്ടോ. സ്റ്റാഫ് ഇവളെ എടുത്തുകൊണ്ട് പോയി അവിടുന്ന് മുട്ടായിയൊക്കെ വാങ്ങിക്കൊടുത്താണ്. പിന്നെ നേരെ ഞങ്ങൾ കണ്ണട നോക്കാൻ കയറിയത്. അതൊക്കെ നോക്കിക്കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചായ കുടിച്ചിട്ട് പുറത്ത് പോകാൻ വിചാരിച്ചാണ്. ഒക്കെ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഇവിടെ നേരെ ഇറങ്ങിട്ടോ. പിന്നെ നേരെ വീട്ടിലെത്തിയിട്ട് വേഗം ചോറ് കഴിക്കാനിരുന്ന്. അങ്ങനെ ചോറിന് ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഉണ്ടായിരുന്നു, അതെൻ്റെ ഫേവറേറ്റ് ആട്ടോ. പിന്നെ ചമ്മന്തി, കടുക്ക ഫ്രൈ, കറിയൊന്നും വേണമെന്നില്ല കേട്ടോ, എനിക്ക് പൊരിച്ചുണ്ടെങ്കിൽ അത്രയും സന്തോഷം. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വൈകിട്ടായാലേ നേരെ ജിമ്മിലേക്ക് ഇറങ്ങിയതാണ്. ഇവർക്ക് ഇങ്ങനെ നടക്കണോ. അങ്ങനെ ജിമ്മിലേക്ക് ഇറങ്ങി, ജിമ്മിലൊക്കെ പോയി. ഇതാ ഈ ഗ്രൗണ്ടിൽ നിന്ന് നേരെ നോക്കിയാൽ കാണുന്ന എൻ്റെ വീടാണ്. പിന്നെ ഇതാ അവളെ ഫ്രണ്ടിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൾ നേരെ ഓടിയിട്ടോ. അവളെയും കൂടിയും കാത്തുക്കണ്ട് നേരെ ഓടി. കല്ലു ഇതാ ഓടിപ്പോയി അവളെ ടോയ്സൊക്കെ എടുക്കാനായി പോകുന്നത് തന്നെ. അപ്പോൾ ഇതാ നേരെ ഓടി കയറിയുണ്ട് കേട്ടോ. അവിടുന്ന് ചെരുപ്പ് കോരി വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ടോയ്സൊക്കെ എടുത്ത് നിരത്തി. പിന്നെ ഇതാ ദച്ചുവിൻ്റെ അമ്മമ്മ ഇതാ മാഗിയൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുത്താണ്. ഞാൻ ഇവക്ക് മാഗിയൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല കേട്ടോ, പക്ഷേ ഇവൾ നല്ലോണം മാഗിയൊക്കെ കഴിക്കുന്നു. ഇതൊക്കെ കണ്ടേരെ ഇവളിങ്ങനെയൊക്കെ കഴിക്കുമെന്ന് ഞാൻ നോക്കിയിരുന്നു പോയി കേട്ടോ. പിന്നെ അതാ എന്നത്തെ പോലെ വൈകിട്ടായി, ചിറ്റ ടി വി കാണാനൊക്കെ വന്നതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ രാത്രി ഇതാ ഞങ്ങൾക്ക് മന്തി ആയിരുന്നു കേട്ടോ ഒന്ന്. അപ്പോൾ ഞാൻ നേരെ മന്തിയൊക്കെ എടുത്ത് വെച്ച് ഫുഡ് കഴിക്കാതിരുന്നേ. കല്ലൂനി ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്, അവൾ അവിടെ നിന്ന് നല്ലോണം കഴിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്ക് എന്നോട് ചോദിക്കും കേട്ടോ, മന്തി മന്തി എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടുന്ന് ഓർഡർ ചെയ്ത് കൊടുക്കും കേട്ടോ. അവൾക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് എനിക്കും മന്തി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവൾ മന്തിയൊക്കെ കഴിച്ചു.